സ്നേഹമുള്ളവരെ, നമ്മുടെ ഇന്നത്തെ തീർത്ഥാടന യാത്ര രണ്ടാം ക്രിസ്തുവെന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വിശുദ്ധ ഫ്രാൻസിസിൻ്റെ നാടായ അസിസിയിലേക്കാണ്. റോമിൽ നിന്ന് ഏകദേശം 200 കിലോമീറ്റർ അകലെയാണ് ഈ നഗരം. ഏകദേശം 2.5 മണിക്കൂർ ട്രെയിനിൽ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ എത്തിച്ചേരും. അസിസി ഒരു വിശുദ്ധ നാടാണ്. ഒത്തിരി വിശുദ്ധരെ തിരുസഭയ്ക്ക് സമ്മാനിച്ച വിശുദ്ധമായ പ്രദേശം. ഇവിടെ നിൽക്കുമ്പോൾ ആ വിശുദ്ധിയും നന്മയൊക്കെ നമ്മളെയും വലയം ചെയ്യുന്നുണ്ട്. പ്രകൃതി രമണീയമായ ഹരിത മേഖലയാണിത്. ശുദ്ധമായ വായുവും പച്ചപ്പിൻ്റെ തണലും ഈ പ്രദേശത്തെ അതിമനോഹരമാക്കി തീർക്കുന്നുണ്ട്. നന്മയുടെ പച്ചക്കൊടി ഉയർത്തി നിൽക്കുന്ന വൃക്ഷങ്ങൾ, കണ്ണഞ്ചിപ്പിക്കുന്ന പച്ച പിടിച്ചു നിൽക്കുന്ന ഈ പ്രദേശം നിശബ്ദതയുടെ, ശാന്തതയുടെ, സമാധാനത്തിൻ്റെ ഒക്കെ വലിയൊരിടം കൂടിയാണ്. ഇതൊരു മലയോര പ്രദേശമാണ്. ഇവിടെ നിന്ന് നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ നമുക്ക് അസിസിയുടെ താഴ്വാര പ്രദേശം മനോഹരമായി പച്ചപിടിച്ച് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അസിസിയുടെ തെരുവീഥികളെല്ലാം വളരെ ഇടുങ്ങിയതാണ്. ഒരു വാഹനത്തിന് മാത്രം കഷ്ടിച്ച് പോകാവുന്ന ചെറിയ ഇടുങ്ങിയ വഴികൾ. നമ്മളിതാ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. വിശുദ്ധ ഫ്രാൻസിസിൻ്റെ മാതാപിതാക്കളുടെ ഒരു സ്റ്റാച്യു നമുക്ക് വീടിൻ്റെ മുന്നിലായിട്ട് കാണാം. 1182 പീറ്റർ ബെർണാർഡിൻ്റെയും പീക്കയുടെയും മൂത്ത മകനായിട്ടാണ് ഈ വീട്ടിലെ വിശുദ്ധ ഫ്രാൻസിസ് ജനിക്കുന്നത്. ഫ്രാൻസിസിൻ്റെ അമ്മ പീക്ക അവനെ ദൈവവിശ്വാസത്തിൽ വളർത്തിക്കൊണ്ടുവന്നു. അവരുടെ വിശ്വാസ ജീവിതത്തിന് കാവലും കരുത്തും നൽകി ഊർജ്ജസ്വലമായിട്ട് വിശ്വാസ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സഹായിച്ചതാണ് വിശുദ്ധ റൂഫിനോ കത്തീഡ്രൽ ചർച്ച്. ഈ ദേവാലയത്തിൽ ഇന്നൊരു വിവാഹം നടക്കുകയാണ്. നമുക്ക് ആ നവദമ്പതികൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. ഈ ദേവാലയത്തിൻ്റെ ഇടതുവശത്തായിട്ട് പുറകിലായിട്ട് വിശുദ്ധ ഫ്രാൻസിസും വിശുദ്ധ ക്ലാരയ്ക്കും മാമോദീസ എന്ന കുദാശ വഴി സഭയിലും ദൈവരാജ്യത്തിലും അംഗത്വം സ്വീകരിക്കുവാനായിട്ട് ഉപയോഗിക്കപ്പെട്ട അന്നത്തെ ഒരു മാമോദീസ തൊട്ടി ഇന്നും ഇവിടെ പവിത്രമായിട്ട് സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഇതാണ് വിശുദ്ധ ഫ്രാൻസിസിനും വിശുദ്ധ ക്ലാരയ്ക്കും മാമോദീസ നൽകുവാനായിട്ട് ഉപയോഗിച്ച ആ മാമോദീസ തൊട്ടി. വിശുദ്ധ റൂഫിനോ കത്തീഡ്രൽ പള്ളിയുടെ തൊട്ടടുത്ത് തന്നെയാണ് വിശുദ്ധ ക്ലാര പുണ്യവതിയുടെ വീട്. നമുക്ക് ജസ്റ്റ് അവിടെ ഒന്ന് കയറി പ്രാർത്ഥിച്ചിട്ട് നമുക്ക് പോകാം. ഇതാണ് വിശുദ്ധ ക്ലാര പുണ്യവതിയുടെ വീട്. ഇന്നിതൊരു കോൺവെൻ്റ് ആയിട്ട് പ്രവർത്തിച്ചു വരുന്നു. ഈ ചെറിയ മുറി അവർ പ്രാർത്ഥനയ്ക്കായിട്ട് ഉപയോഗിക്കുന്ന ഒരു ചെറിയ ചാപ്പലാണ്. ഇവിടെ നിന്ന് നമുക്ക് താഴേക്ക് നടന്നു നീങ്ങാം. അസിസി പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്തിലൂടെ നമ്മളിങ്ങനെ നടക്കുമ്പോൾ ഓർമ്മ വരുന്നത് വിശുദ്ധ ഫ്രാൻസിസ് ഓടിക്കളിച്ച് ചെറുപ്പത്തിൽ നടന്ന സ്ഥലമാണിത്. ഫ്രാൻസിസിൻ്റെ അപ്പൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു മകനെ ഒരു വലിയ പ്രഭുവാക്കണം. അതുകൊണ്ട് തന്നെ അടുത്ത നഗരമായ പെർജിയുമായിട്ടുള്ള യുദ്ധത്തിന് ഫ്രാൻസിസിനെ പറഞ്ഞു വിടുന്നു. ആ യുദ്ധത്തിൽ അസിസി പരാജയപ്പെടുന്നു. ഫ്രാൻസിസിനെയും കൂട്ടരെയും ഒരു ബന്ദികളാക്കിയിടുന്നു. അങ്ങനെ 1 വർഷം ബന്ധനത്തിലായിരുന്ന ഫ്രാൻസിസിനെ അപ്പൻ പെറോജിക്ക് പണം കൊടുത്ത് തിരികെ കൊണ്ടുവരികയാണ്. ഫ്രാൻസിസ് അല്പം രോഗിയായിരുന്നു. പ്രാർത്ഥനയിലൊക്കെ കൂടുതൽ വളർന്നു. എന്നാൽ അപ്പൻ വീണ്ടും അവനെ യുദ്ധത്തിന് പോകാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പൻ്റെ നിർബന്ധത്തിന് കീഴ്വഴങ്ങി വീണ്ടും ഫ്രാൻസിസ് പെറോജിയുമായിട്ടുള്ള യുദ്ധത്തിന് പോവുകയാണ്. അവിടെ വെച്ച് അങ്ങോട്ട് പോകുമ്പോൾ സ്പൊളോറ്റയുടെ താഴ്വരയിലായിരിക്കുമ്പോൾ ഫ്രാൻസിസിനൊരു ദർശനം ഉണ്ടാവുകയാണ്. അവനിങ്ങനെ ഒരു സ്വരം കേട്ടു: ഗുരുവിനെ സേവിക്കുന്നതാണോ അതോ വൃത്തിനെ സേവിക്കുന്നതാണോ ഉത്തമം? ഗുരുവിനെ എന്ന് പറഞ്ഞുകൊണ്ട് ഫ്രാൻസിസ് തിരിച്ചു വരികയാണ്. അങ്ങനെ ഫ്രാൻസിസ് കൂടുതൽ പ്രാർത്ഥിക്കാനായിട്ട് സമയം കണ്ടെത്തുന്നു. ഇത് റൂഫിനോ ചർച്ചിൻ്റെ ഏറ്റവും അടിയിലുള്ള ചെറിയൊരു റൂമിൽ ഫ്രാൻസിസ് ഒറ്റയ്ക്ക് പോയിരുന്നു പ്രാർത്ഥിക്കുമായിരുന്നു. ആ ഒരു റൂമാണിത്. ഇന്ന് അത് അറിയപ്പെടുന്നത് പോർട്രി ഓഫ് സെൻറ്റ് ഫ്രാൻസിസ് എന്നാണ്. അങ്ങനെ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥനയുടെ ആഴങ്ങളിലേക്ക് പോയി ഈശോയുടെ വലിയ സ്നേഹവും സന്തോഷവും സമാധാനവും ഒക്കെ ഹൃദയത്തിൽ ആവോളം അനുഭവിച്ച് അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ തുടങ്ങി. കുഷ്ഠരോഗികളെ ഒന്നും ഇഷ്ടമില്ലായിരുന്ന ഫ്രാൻസിസ് അവരെ സ്നേഹിക്കാനായിട്ട്, കെട്ടിപ്പിടിക്കാനായിട്ട്, ഇഷ്ടപ്പെടാനായിട്ട് തുടങ്ങി. ഫ്രാൻസിസ് പ്രാർത്ഥിക്കാൻ പോകുന്ന മറ്റൊരു ദേവാലയമാണ് സാന്താമിയോനോ ചർച്ച്. നമുക്ക് അങ്ങോട്ട് നീങ്ങാം. ഇത് വളരെ പൊളിഞ്ഞ് കിടന്നൊരു ദേവാലയമാണ്. ആ സമയത്ത് വിശുദ്ധ ഫ്രാൻസിസ് ഇവിടെ വന്ന് ഇത്തിരി നേരം ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ദേവാലയത്തിനുള്ളിൽ ഒറ്റയ്ക്കിരുന്നു കൊണ്ട് ദൈവഹിതം വെളിപ്പെട്ട് കിട്ടുവാനായിട്ട്, എന്താണ് ദൈവത്തിൻ്റെ ഹിതമെന്ന് അറിയുവാനായിട്ട് ഒത്തിരി നേരം പ്രാർത്ഥിക്കുമ്പോൾ സാന്താമിയാനോ കുരിശിൽ നിന്ന്
ഫ്രാൻസിസ് ഒരു സ്വരം കേൾക്കുകയാണ്, എൻ്റെ ദേവാലയം പുതുക്കി പണിയുക. അങ്ങനെ ഫ്രാൻസിസ് ആ വലിയ ദൗത്യം ഏറ്റെടുക്കുകയാണ്, ദേവാലയം പുതുക്കി പണിയാനുള്ള ആ വലിയൊരു ദൗത്യം. ഫ്രാൻസിസ് അത് സ്വീകരിച്ചുകൊണ്ട്, ആ ദൗത്യം സ്വീകരിച്ചുകൊണ്ട് വീട്ടിലേക്ക് ചെന്ന്, ഫ്രാൻസിസിൻ്റെ വീട്ടിലേക്ക് നമ്മൾ തിരികെ വരികയാണ്. മനോഹരമായ ഈ ഒരു ദേവാലയമായിട്ടാണ് ഇത് പ്രവർത്തിക്കുക. ഈ ദേവാലയത്തിനുള്ളിൽ നമുക്ക് കയറാം, പ്രാർത്ഥിക്കാം. വിശുദ്ധ ഫ്രാൻസിസ് ഓടിക്കളിച്ച് ചിരിച്ച് വളർന്ന ആ ഒരു വീട് മനോഹരമായ ഒരു ദേവാലയമായിട്ട് ഇന്നിങ്ങനെ പ്രവർത്തിക്കുകയാണ്. അങ്ങനെ ഫ്രാൻസിസിന് ദേവാലയം പുതുക്കി പണിയണം എന്നുള്ള വലിയൊരു ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ ഫ്രാൻസിസ് കുഷ്ഠരോഗികളെ ചുംബിക്കുന്നു, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു. അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ, കടയിൽ നിന്ന്, അപ്പൻ്റെ കടയിൽ നിന്ന് വസ്ത്രങ്ങളെടുത്ത് ആൾക്കാർക്ക് കൊടുക്കുന്നു. അങ്ങനെയായപ്പോൾ ഫ്രാൻസിസിൻ്റെ അപ്പൻ ഫ്രാൻസിസിനെ കൂട്ടിയിട്ട റൂമാണിത്. വീട്ടുതടങ്കലിലായിരിക്കുമ്പോൾ ഫ്രാൻസിസ് പ്രാർത്ഥനയിലായിരുന്നു. എന്നാൽ ഫ്രാൻസിസിൻ്റെ അമ്മ ഫ്രാൻസിസിനെ സഹായിക്കുന്നു, തുറന്നു വിടുന്നു. അമ്മമാരെപ്പോഴും അങ്ങനെയാണല്ലോ. അങ്ങനെ ഫ്രാൻസിസ് കൂടുതൽ പ്രാർത്ഥനയിൽ ആഴപ്പെടുവാനായിട്ട് വീണ്ടും തൻ്റെ ആത്മീയ യാത്ര തുടരുകയാണ്.